അച്ഛൻ കാലം 11:30 എൻ്റെ അച്ഛൻ സമാധിയാവണമെന്ന് പറഞ്ഞ് ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്ന് ഇരുന്ന് അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ക്ഷേത്രത്തില് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു വന്ന് എനിക്ക് സമാധിയാവണമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ എന്റെ സമാധിയുടെ ചടങ്ങ് അങ്ങനെ ആരും കാണാൻ പാടില്ല. ജീവൽ സമാധിയാണ് ഞാൻ ചെയ്യുന്നത്. സമാധിയുടെ ചടങ്ങ് ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് എന്നെ സമാധി ഇരുത്തണം. അപ്പൊ അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു. എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അച്ഛൻ ആ പത്മപീഠത്തിലേക്ക് പത്മാസനത്തിൽ അച്ഛൻ കയറിയിരുന്നു. പത്മാസനത്തിൽ ഇരുന്നും കൊണ്ട് 6 ആധാര ചക്രങ്ങൾ അച്ഛൻ ഉണർത്തി മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂര, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രത പത്മത്തിലേക്ക് തന്റെ പ്രാണൻ അച്ഛൻ ഇരുത്തി. അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായി. ആ സമാധിയുടെ ചടങ്ങുകളെല്ലാം ചെയ്ത് ഒരു 11:30 10:30 തുടങ്ങിയത്. 11:30 അച്ഛൻ കറക്റ്റ് സമാധിയായി. അവിടുന്ന് പിന്നെ 10 മണിക്കൂർ കഴിഞ്ഞാണ് സുഗന്ധദ്രവ്യങ്ങളും ഭസ്മം, കർപ്പൂരം ബാക്കി എല്ലാം ഇട്ട് അച്ഛന് തന്റെ അനാഗത ചക്രം വരെ ഇരുത്തി മൂടിയത്. എന്നിട്ടാണ് അച്ഛൻ ആ ഉയരെയുള്ള തിളക്കല്ല് പാവി ഇത് 3:30 ബ്രാഹ്മമുഹൂർത്തം 3:30 ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് തീർന്നു. അതാണ് അച്ഛന്റെ സമാധി. ജീവൽ സമാധിയാണ്. എന്റെ 5 വർഷത്തിന് മുമ്പേ ഇന്നടുത്ത് ഋഷിപീഠത്തില് ഇന്നടുത്ത് ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ പേരാലിന്റെ ചുവട്ടിലിരുന്ന് അച്ഛൻ സമാധിയാവണമെന്ന് അച്ഛൻ അതിയായ ആഗ്രഹമുണ്ട്. 5 വർഷത്തിന് മുമ്പേ ചെയ്തതാണ്. ഋഷിപീഠം 5 വർഷത്തിന് മുമ്പേ ചെയ്തതാണ്. അതുപോലെ മയിലാടിയിൽ നിന്ന് തിളക്കല്ലെല്ലാം അച്ഛൻ സമാധിക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്ന് അവിടെ അതിനുവേണ്ടി അച്ഛൻ അത് കൊണ്ടുവന്ന് ഇവിടെ വച്ചിരുന്ന് എനിക്ക് സമാധിയാവാൻ സമയമാകുമ്പോൾ ഇതെല്ലാം എനിക്ക് എടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം എൻ്റെ അച്ഛൻ പറഞ്ഞു തരുന്നു. പക്ഷെ ആ സമാധി ആവുന്ന അതിൽ ആരും കാണാൻ പാടില്ല. ജീവൽ സമാധിയാണ്, ആരും കാണാൻ പാടില്ല എന്നുള്ള ആണ് അച്ഛൻ പറഞ്ഞത്. അത് പുത്രൻ എന്ന് പറയുന്ന ഇതിൽ ഞാൻ ആ ധർമ്മം പാലിച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം മക്കൾ ആരെ വേണമെങ്കിലും അറിയിച്ചോ. അതിനുശേഷം ഞാൻ നാട്ടുകാരെ അറിയിച്ചു.